ബൈബിളിൽ രണ്ട് വ്യക്തികളെ പുതിയ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അതിൽ ഒരാൾ കൊർനെല്യോസ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ഈ കൊർനെല്യോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ ആ ആത്മചൈതന്യത്തെ അറിയാൻ, ശരിക്കും ആ ദൈവവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആ ലയനത്തിൽ ജീവിക്കാനായിട്ട് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹം പലവിധമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആ ഈശ്വരൻ മറ്റൊരു വ്യക്തിയെ, ഇദ്ദേഹത്തിന് ആ നേർവഴി നയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ അപ്പോയിൻ്റ് ചെയ്തു. എന്നിട്ട് ഈ രണ്ട് വ്യക്തികൾക്കും ദർശനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ അന്വേഷണ മനോഭാവമുള്ള വ്യക്തിയുടെ അടുത്ത് ദർശനത്തിൽ, എപ്പോഴാണ്? ദർശനത്തിൽ. ആ ദർശനത്തിൽ അദ്ദേഹത്തിനോട് പറയുവാണ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഇന്ന അടയാളങ്ങളുള്ളൊരു വ്യക്തിയുണ്ട്, നീ നിൻ്റെ ബാല്യക്കാരെ അയച്ച് ആ വ്യക്തിയെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് ദർശനത്തിലൊരു വെളിച്ചം കിട്ടി. എങ്ങനെ അദ്ദേഹം ദർശനം കണ്ടു? നമ്മൾ ബൈബിളിലെ കഥകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. പക്ഷേ ഈ ദർശനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ധ്യാന നിർഭരനായ അവസ്ഥയിലിരുന്നാൽ മാത്രമേ ദർശനം കിട്ടത്തുള്ളൂ. നമ്മുടെ മനസ്സ് ഏകാഗ്രമായ ഒരവസ്ഥയിലിരുന്നാൽ മാത്രമേ ദർശനം കാണാൻ പറ്റത്തുള്ളൂ. അത് ആത്മാവിൽ കിട്ടുന്ന ഒരു കാഴ്ചപ്പാടാണ്. സോ ഈ വ്യക്തിയും അത്തരത്തിൽ ആത്മനിർഭരനായി ആ ധ്യാന അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദർശനം അദ്ദേഹത്തിന് കിട്ടിയിട്ട് ആ വ്യക്തിയെ നിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്. ഇതേ രീതിയിൽ ആ വ്യക്തിക്കും ഒരു ദർശനം കിട്ടി. എന്താ? ഇങ്ങനൊരു വ്യക്തി ഈ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് പോകണമെന്ന് ആ വ്യക്തിക്കും ദർശനം കിട്ടി. സോ ഈ രണ്ട് വ്യക്തികളെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സർവേശ്വരൻ തന്നെ കാരണഭൂതനായി തീർന്നു. ഇതുപോലെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ എവിടെയോ നിങ്ങളൊരു സത്യാന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഉദാത്തമായ മാർഗത്തിലൂടെ നിങ്ങളെ ആ സർവേശ്വരൻ നയിക്കുകയാണ്. ഞാൻ ഒരാളെ കൂടെ അത് പരിചയപ്പെടുത്താം. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വായോ. അദ്ദേഹം RC, നമുക്കറിയാം, റോമൻ കാത്തലിക് എന്ന് പറയുന്ന മേഖലയിൽ വർഷങ്ങളായി ഒരു അച്ഛനായിട്ടിരുന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ഒരു കന്യാസ്ത്രീയെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ധ്യാന മാർഗത്തിലൂടെ ഈ ഒരു ആത്മസാക്ഷാത്കാരം അറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. മന്നവനാട്ടെ യാചകനാട്ടെ, മന്നവനാട്ടെ യാചകനാട്ടെ, വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ, ആത്മവിദ്യാലയമേ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നത് എന്നെ ആരെങ്കിലും ക്ഷണിച്ചിട്ടോ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ ഇതിൻ്റെ നോട്ടീസ് കണ്ടിട്ടോ ഒന്നുമല്ല. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഈ മനോജി ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പങ്കപ്പാട് കഴിക്കുന്നത് കാണുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് റിലീജിയസ് ലീഡേഴ്സ്, ആത്മീയ ഗുരുക്കന്മാർ, ഇവരൊക്കെ ആത്മീയതയെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് രാജേന്ദ്ര സ്വാമിയെ പറ്റി കുറച്ച് പറയണമായിരുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള, എനിക്ക് അനുഭവമുള്ള ഒരു ആത്മീയത, അത് ഞാൻ ഈ നമ്മുടെ മനോജിയിൽ ഈ വീഡിയോകളിൽ കാണാൻ പറ്റി. അതാണ് ഞങ്ങളെ രണ്ടാളെയും കണക്റ്റ് ആവാനായിട്ട് ഇടവരുത്തിയത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആത്മാക്കൾ, ഞാൻ ഈ പാട്ട് പാടിയല്ലോ, അപ്പോൾ ഇതൊക്കെ അവസാനം ഇതൊക്കെ നമ്മളിന്ന് പോണതാണ്. ഈ മനോജി പറഞ്ഞ ഈ മനസ്സും ഈ ശരീരവും ഇതൊക്കെ പോവും, അവസാനം ഈ സാധനം മാത്രം. അപ്പോൾ ഈ ആത്മാവാണ്, ഈ
രാജേന്ദ്രസ്വാമി പറഞ്ഞ പോലത്തെ ഈ പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ജീവാത്മാവാണ് ഇവിടെ, ജീവാത്മാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പരമാത്മാവിൻ്റെ ഭാഗമായ കാരണം കൊണ്ടാണ് തൃശ്ശൂരിന് എന്നെ ഇവിടെ എത്തിക്കുന്നത്. അതല്ലാണ്ട് ഒരാൾ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നോട്ടീസ് കാണിച്ചിട്ടോ ക്ഷണം സ്വീകരിച്ചിട്ടോ അല്ല. ഇതിവിടെ നടക്കാൻ പോണു. എൻ്റെ തൊട്ട് ഈ 100 മീറ്റർ അകലെയുള്ള ഒരു ധ്യാനത്തിനോ അതല്ലെങ്കിൽ ഒരു ആൾക്കാർ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കോ ഞാൻ പോവില്ല. അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ ഇദ്ദേഹം വന്നിരിക്കുന്നു, അവിടെ അദ്ദേഹം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് നേരമില്ല, ഞാൻ പോവില്ല. അങ്ങനത്തെ ആളാണ് ഈ 6 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിയേക്കണം. കാരണം ഗോഡ് ഈസ് ഫിയർലെസ്, ഒരു ഭയമില്ലാത്ത ദൈവത്തിനെ പറ്റി ഭയമില്ലാണ്ട് സ്വന്തം സഹോദരങ്ങളോടും സ്വന്തം ജനത്തോടും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ ഈ മനോജിയിൽ കണ്ടു. അപ്പോൾ വിളിച്ചു, സംസാരിച്ചു. പക്ഷെ എനിക്കൊരു സംശയം, ഇങ്ങൊരു വെറുതെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആത്മസുഹൃത്ത് തന്നെയാണോ? അപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ ഞാൻ അടുത്തൊരു കാടുണ്ട്, ആ കാട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇദ്ദേഹം എനിക്ക് കുറച്ച് ഈ ബ്ലിസ് സ്പിരിച്വാലിറ്റിയുടെ നേച്ചുറൽ മെഡിറ്റേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ അപ്പോൾ ആ മെഡിറ്റേഷൻ ഞാൻ ഈ കാട്ടിൽ ചെന്നിട്ട് തുടങ്ങണത് ഈ നാച്ചുറൽ മെഡിറ്റേഷനാണ്. അപ്പോൾ നമ്മുടെ സജീവ്ജി പറഞ്ഞ പോലെ അണ്ണാൻ, കാക്ക, പരുന്ത്, പട്ടി, കാറ്റ് ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് അരമണിക്കൂർ അങ്ങോട്ട് പോയി. പക്ഷേ എനിക്കൊരു നിയോഗം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ ആത്മസുഹൃത്താണോ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണോ എന്ന് എനിക്കറിയണം. അപ്പോൾ ഞാൻ ഈ 53 വയസ്സ് വരെ, അദ്ദേഹത്തിന് 53 വയസ്സാണ്, എനിക്ക് 53 വയസ്സ്, വെള്ളത്താടി കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിതൊരു നമ്മുടെ രാജേന്ദ്രസ്വാമി പറഞ്ഞോണം ഇവിടെ തൊട്ട് അടി പറഞ്ഞില്ലേ, ഈ ഒരു ഏകാഗ്രതയിലേക്ക് വരണം. അപ്പം ഞാൻ നോക്കിയിട്ട് പഠിച്ച പണി 18 എടുത്തിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓം നമഃ ശിവായ. ഒരു 20 മിനിറ്റ് 20 മിനിറ്റിൽ കിളി പോകാൻ പറയില്ലേ, ഇത് മനസ്സ് ശാന്തമായി. ആ മനസ്സ് ശാന്തമായോടുകൂടി എൻ്റെ ശരീരബോധം എനിക്കില്ല. പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കള്ള് കുടിച്ച പോലെ. അപ്പോൾ ഒരു പ്രാവശ്യം ചാഞ്ഞു പോയി, രണ്ടാമത്തെ പ്രാവശ്യം ചാഞ്ഞു പോയപ്പോൾ ആ പോട്ടെന്ന് വിചാരിച്ചു. ആ ചപ്പിലേക്ക് അവിടെ കരിയിലേക്ക് അവിടെ വീണു. അവിടെ വീട് കിടന്ന് പിന്നെ നമ്മൾ രാജേന്ദ്രസ്വാമി ഇവിടെ പറഞ്ഞ ഇതില്ലേ, എടാ പിങ്കള സുഷുമ്ന, ഈ സാധനമൊക്കെ ഒറ്റയടിക്ക്. അവിടെ നോക്കുമ്പോൾ ഇങ്ങൊരു വന്നിട്ടൊരു ചിരി. അപ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ കുറച്ച് നരച്ച പോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അപ്പോൾ ഇതാരത് നോക്കുമ്പോൾ ഒരു ചിരി ഇരിച്ചപ്പോൾ ഈ കട്ടമീശരെ ഉള്ളിന്ന് ആ പല്ലിൻ്റെ നിര വെച്ചൊരു ചിരി. അപ്പോൾ സമാധാനമായി. പിന്നെ അവിടുന്ന് കുറച്ച് കാഴ്ചകളും കൂടി ഞാൻ കണ്ടു. അതിനിപ്പോൾ പറഞ്ഞു 10 മിനിറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അതിലേക്ക് പോളില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ 10:15 ഞാൻ ഈ കിളി പോയി വീണത്. ആ വീണിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ വേറെ അരമണിക്കൂറാവുന്നു. പക്ഷേ 1:15 സമയം. പിന്നെ ഞാൻ ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കാട്ടിൽ നിന്ന് എനിക്ക് പോകുന്നു. അപ്പോൾ അവിടുന്ന് ഉള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ മനോജി പറഞ്ഞ ഈ മുൾപ്പടർപ്പ് കത്തി, മോശ കണ്ടു മലയുടെ മുകളിൽ മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷേ ആ മുള്ള് കരിഞ്ഞു പോണില്ല. ആ ഒരു ആത്മീയ, അത് അവിടെ നിന്നുള്ള തുടക്കം. ആ വിക്കനായിട്ടുള്ള മോശേനെ, ആ ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിൻ്റെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന്, ആ വിക്കനായിട്ടുള്ള ആടിനെത്തീറ്റി നടന്ന, അമ്മായിപ്പൻ്റെ ആടിനെത്തീറ്റി നടന്ന മോശയാണ് ആ അടിമത്തത്തിൽ നിന്ന് ആ ഇസ്രായേൽ ജനത്തിനെ രക്ഷിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പം തന്നെ പറഞ്ഞു, നമ്മൾ ഏത് അവസ്ഥയിലാവട്ടെ, പക്ഷേ ദൈവം നമുക്കൊരു ദർശനം തരും. അതിൽ നിന്ന് ഒരാളെ ഉയർത്തി നമ്മുടെ തന്നെ സഹോദരങ്ങൾ മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ മരിക്കുന്നുണ്ടെങ്കിൽ
പലതരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന് മരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരോട് ആത്മീയത വിളിച്ചു പറയാൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവം തിരഞ്ഞെടുത്തത്. ഞാൻ ഒരുപാട് ആൾക്കാരെ 53 വയസ്സ് വരെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട്, ഒരുപാട് ധ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് റിലീജിയസ് ലീഡേഴ്സിനെ കണ്ടിട്ട്, ഗുരുക്കന്മാരനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഒന്ന് എനിക്ക് വ്യക്തിപരമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ, എന്നെ ആകർഷിച്ച ഒന്ന് നമ്മുടെ മനോജിയിലുണ്ട്. അപ്പോൾ അതെന്നെ നിരന്തരം ആകർഷിക്കുന്നു. ആ ആകർഷണം കൊണ്ടാണ് എന്നെ വിളിച്ചിട്ടില്ല, ആളെന്നെ വിളിച്ചിട്ടില്ല, ആ ആകർഷണം കൊണ്ടാണ് ഞാൻ 6 മണിക്കൂർ കയറി എൻ്റെ മോളേനും കൊണ്ട് ഇവിടെ എത്തിയത്. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഇരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ സജീവ് ജി ഇവിടെ വന്നിട്ട് പറഞ്ഞത് ആ ഉറുമ്പിനെ പറ്റി, ആ ഇലകൾ. അപ്പം എനിക്ക് ദൈവാനുഭവം 24-ാമത്തെ വയസ്സിൽ ദൈവാനുഭവം ഉണ്ടായപ്പോൾ 8 മാസം ഞാൻ കരഞ്ഞു. എന്തിനാ കരണമെന്ന് ചോദിച്ചാൽ സങ്കടം വരിക, പ്രാർത്ഥനയിരിക്കുമ്പോൾ സങ്കടം വരിക, കരയുക. കാരണം അയോഗ്യനായ എനിക്ക് നീ തന്നെ വെളിപ്പെടുത്തി തന്നു. അത് ഓർത്തിട്ട് കരയുക. അപ്പോൾ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ നിന്ന് പോകും. ഞാൻ അവിടെ ഇരുന്ന പിന്നെ എൻ്റെ പണി കരച്ചിലാണ്. അപ്പോൾ ഞാനത് ഓർത്തു. അദ്ദേഹം ഇവിടെ വന്ന് ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാലും ആ ഇലേനെ പറ്റി പറയുമ്പോൾ, ആ ഉറുമ്പിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം ഈ പറഞ്ഞ പരമാത്മാവിനോട്, ഈ പ്രപഞ്ചത്തോട് ഒന്നിച്ച് കെടുക്കുന്നുണ്ട്, ഒന്നായി തീർന്നുണ്ട്. അതാണ്. അതുപോലെ തന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത രാജേന്ദ്ര സ്വാമി പറഞ്ഞു, ആ ചെതലിൻ്റെ മാതൃക. ഇതൊക്കെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന പക്ഷി, ചെതൽ, ഉറുമ്പ്, ഇല. അപ്പോൾ നമ്മളിൽ തന്നെ ഉള്ള, അപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതാവും. അതല്ല അനുഭവത്തിൽ ആളുകൾ നിൽക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ ഈ ചെതലും ഈ ഉറുമ്പും ഈ പാറ്റിയും പക്ഷിയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരിക. നമ്മളിൽ തന്നെ അഹം ബ്രഹ്മാസ്മി, ആ ദൈവത്തിനെ മറ്റുള്ളവർ ദർശിക്കുകയും, മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും അതിൽ ദർശിക്കുമ്പോൾ കരനാണ്ടില്ലേ, കരച്ചിൽ വന്നു. പിന്നെ അദ്ദേഹത്തിന് തുടരാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് കുറേ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ സമയത്തിൻ്റെ ഇത് അങ്ങോട്ട് ഒഴുകി തുടങ്ങിയാൽ പിന്നെ ഒരു ബെല്ലും പെറുക്കില്ലാണ്ട് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് സമയം എപ്പോഴും ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആത്മസംഗമം അതിൽ പേരിൽ തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഓരോരോ വ്യക്തികൾ, ഇപ്പോൾ ഷാജു ഇവരൊക്കെ കൂടി വരികയല്ല, ഇത് ആത്മാക്കളുടെ സംഘമാണ്. ഈ പേരെന്നെ ഒരു വല്ലാത്തൊരു ഇത്. നമ്മളിതൊക്കെ മറന്നിട്ട് ഈ കള്ളൻ്റെ പോലെയുള്ള ഈ കാര്യം രാജേന്ദ്ര സ്വാമി പറഞ്ഞു ഇവിടെയാണ് കാര്യം. പക്ഷേ ഇതൊരു കള്ളനും കൂടിയാണ് മനസ്സ് ഈ തട്ടിപ്പ്, ഈ ഇല്യൂഷൻ നടത്തും. ഇതാണ് പ്രാധാന്യമുള്ള കാര്യം, ഇതാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത് ഇതാണ്. ആത്മാവും ആത്മീയ കാര്യങ്ങളാണ് പ്രാധാന്യം. പക്ഷേ ഈ കള്ളന് പോലീസ് കടിക്കും. ഈ മനസ്സ് ഈ ഇല്യൂഷൻ ഇട്ട് നമ്മളതിനെ ഈ അർത്ഥം കുറഞ്ഞ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നിർത്തി അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തും. പിന്നെ അവസാനം ദൈവം ഒരു പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ അവർ ഈ മനസ്സും അതുപോലെ ഈ ശരീരത്തിൻ്റെ കാര്യങ്ങളും മനബോധവും ശരീരബോധം വിട്ട് അവർ ദൈവാനുഗ്രഹത്തിൽ ആത്മബോധത്തിലേക്ക് എത്തും. ആ എത്തുമ്പോഴാണ് ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാവുകയും അവിടെ ഈ കരച്ചിൽ വരികയും ഒക്കെ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു സംഗമത്തിന് വരാനും, ആളുകളുടെ സംഗമമല്ല, സംഗമത്തിന് വരാനും കാരണം ഞാൻ 6 മണിക്കൂർ യാത്ര ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇത് ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഇവർ ഇത് വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണാനും ഈ വിധ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജന്മോദ്ദേശം, ഓരോ വ്യക്തികൾക്കും ദൈവം ജന്മം കൊടുക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാൻ ചെയ്യണ കാര്യം ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും, ചെറിയ ഉറുമ്പിന് പോലും ഇപ്പോൾ രാജേന്ദ്ര സ്വാമി പറഞ്ഞില്ലേ, ആ ചെതലാണ് നയിക്കണത്, ആ ചെതലാണ് മാതൃക. ആ ചെതലിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ മക്കൾ, ദൈവത്തിൻ്റെ മക്കളായ നമുക്കൊക്കെ എന്തിനാണ് നമുക്ക് ജന്മം, ആ ജന്മ ഉദ്ദേശത്തിലേക്ക് ഏതെങ്കിലും
ഒരു ഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ കള്ളൻ്റെ പോലെയുള്ള ഈ മനബോധത്തിൽ നിന്നും ഈ ശരീരബോധത്തിൽ നിന്നും നമ്മൾ വിട്ട് ഈ ആത്മീയ കാര്യങ്ങളിലേക്ക് വരട്ടെ, കൂടുതൽ ആളുകൾ വരട്ടെ, ഇങ്ങനെയുള്ള ആത്മസംഗമങ്ങൾ നടക്കട്ടെ, നമ്മുടെ ജീവിതമൊക്കെ ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.